ശബരിമലയിൽ ആചാരപ്പെരുമയുടെ ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. എരുമേലി പേട്ട തുള്ളലിനുള്ള അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ യാത്ര ആരംഭിച്ചു. 11-ന് എരുമേലിയിൽ പേട്ട തുള്ളലും 12-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പാടും നടക്കും. 14-നാണ് മകരവിളക്ക് ദർശനം. ശബരിമലയിൽ ഇനിയുള്ള ദിനങ്ങൾ ആചാര ഐതിഹ്യ ചടങ്ങുകളാൽ സമ്പന്നമാണ്. 11-ന് എരുമേലിയിൽ പേട്ട തുള്ളൽ നടക്കും. പേട്ട തുള്ളുന്നതിനായി അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ യാത്ര ആരംഭിച്ചു. ഉദയനനുമായുള്ള യുദ്ധത്തിൽ അമ്പലപ്പുഴയിൽ നിന്ന് ആലങ്ങാട് നിന്നുമുള്ള പോരാളികൾ അയ്യപ്പനെ അനുഗമിച്ചതിൻ്റെ ഐതിഹ്യത്തിലാണ് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ നടന്നുവരുന്നത്. അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലും ആലങ്ങാട്ട് സംഘം യോഗം പെരിയോൻ AK വിജയകുമാറിന്റെ നേതൃത്വത്തിലുമാണ് ഈ വർഷം യാത്ര നടക്കുന്നത്. 11-ന് രാവിലെയാണ് അമ്പലപ്പുഴ സംഘം പേട്ട തുള്ളുക. എരുമേലി കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ട തുള്ളി സംഘം വാവർപള്ളിയിൽ പ്രവേശിക്കും. പേട്ട സംഘത്തിന് വാവർപള്ളി അധികൃതർ സ്വീകരണം നൽകും. തുടർന്ന് വാവർ പ്രതിനിധിയും സംഘത്തോടൊപ്പം വലിയമ്പലത്തിലേക്ക് നീങ്ങും. രാവിലെ 8 മണിയോടുകൂടി പടക്കവെക്കൽ ചടങ്ങ് ആരംഭിക്കും. 8 മണിക്ക് പടക്കവെക്കൽ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞാൽ എരുമേലിൻ്റെ പേട്ടപ്പടം സ്വീകരിച്ചു കഴിഞ്ഞാൽ കോട്ടപ്പടി അമ്പലത്തിലെത്തി പേട്ടോടുള്ള ഒരുക്കങ്ങളാവും. കൃഷ്ണ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൃഷ്ണൻ വരുന്ന ആകാശത്ത് പ്രത്യക്ഷമാകുന്നതോടുകൂടി ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് സംഘം പേട്ട തുള്ളുക. ആലങ്ങാട് സംഘം വാവരുപള്ളിയിൽ പ്രവേശിക്കുകയില്ല. വൈകിട്ടോടെ സംഘങ്ങൾ പരമ്പരാഗത കാനനപാത വഴി ശബരിമലയിലേക്ക് പുറപ്പെടും. 13-ന് പമ്പയിലെത്തി പമ്പാ സദ്യയും പമ്പാ വിളക്കും നടത്തി സംഘങ്ങൾ സന്നിധാനത്തേക്ക് പുറപ്പെടും. മകരവിളക്ക് ദിവസം അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര 12-ന് പന്തളം വഴി കോഴിക്കൽ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടും. 14-ന് ഘോഷയാത്ര സന്നിധാനത്തെത്തും. അന്ന് ദീപാരാധനയ്ക്ക് ശേഷമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം. വലിയ ഭക്തജനത്തിലേക്ക് പ്രതീക്ഷിക്കുന്ന വരുന്ന ദിവസങ്ങളിലേക്കുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ അവസാന ഘട്ടത്തിലാണ്. ന്യൂസ് മലയാളം, കോട്ടയം.